ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. ചെറിയ മുതൽ മുടക്കിൽ നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഹോം ഡെക്കോറിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയങ്ങളായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഹോം ഡെക്കോർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്ക് ആണ്. ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്ക് ഷോപ്പിലും പിന്നെ അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഷോപ്പിലും ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇപ്പൊ ഞാനിവിടെ അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് ഐസ്ക്രീം സ്റ്റിക്ക് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ചെറുതും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള വീതിയുള്ള ടൈപ്പ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബാംബൂ സ്റ്റിക്ക് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കാർഡ്ബോർഡ് ട്യൂബ് ആണ്. ഇത് നമ്മുടെ ബ്രൗൺ ടേപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ടേപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാവും അതിന്റെ ഉള്ളിലുള്ള, അതായത് അതിന്റെ അടിയിലുള്ള ബേസ് ആണിത്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് ട്യൂബിന്റെ അടിയിലായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കണം. അതായത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഇത് അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് നമുക്ക് ആ ഒരു ട്യൂബിന്റെ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇതിന്റെ 2 സൈഡ് ഓപ്പൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു കാർഡ്ബോർഡ് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ടേപ്പിന്റെ അതേ സൈസിൽ സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ കണ്ടില്ലേ, ആ ഒരു സൈസിൽ ഞാൻ സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ ആ ഒരു സൈസിൽ തന്നെ ബാംബൂ സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ മുകളിലായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ച സ്റ്റിക്ക്, ആ ഒരു സ്റ്റിക്ക് നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതിന്റെ സ്റ്റാൻഡ് പോലെ നിർത്താനായിട്ട് നീളത്തിൽ ഇതുപോലൊരു സ്റ്റിക്ക് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ബാംബൂ സ്റ്റിക്കിന്റെ ഒരു പീസ് വെച്ചു കൊടുത്തതിന് ശേഷം ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി വെച്ചു കൊടുത്ത് പിന്നെയും ബാംബൂ സ്റ്റിക്കിന്റെ കട്ട് ചെയ്ത് വെച്ച പീസാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഇടവിട്ട് ബാംബൂ സ്റ്റിക്കും ഐസ്ക്രീം സ്റ്റിക്കും വെച്ചു കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ 3 ലെഗാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 4 വേണമെങ്കിൽ 4 കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിന് ഞാൻ പെയിന്റ് ഒന്നും അടിച്ചു കൊടുക്കുന്നില്ല. ഈ ഒരു കളറിൽ തന്നെയാണ് ഭംഗി കാണാനായിട്ട്. ഇനി ഇതിന്റെ ഉൾഭാഗത്തായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച തെർമോക്കോൾ പീസ് കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ കിഡിൽ ആൻഡ് ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ വാങ്ങിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലുള്ള ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടുത്തൊരു ഡെക്കോർ പീസിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്കിലോട്ട് അതിന്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മറ്റൊരു സ്റ്റിക്ക് എടുത്തിട്ട് ആ ഒരു ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ ഒരു 4 പീസ് നമുക്ക് വേണം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ എന്താ അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ബാംബൂ സ്റ്റിക്കാണ്. ആ ഒരു ബാംബൂ സ്റ്റിക്കിന്റെ ആ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗം മാത്രം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അതുപോലെ കട്ട് ചെയ്ത 6 ബാംബൂ സ്റ്റിക്കാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 6 ബാംബൂ സ്റ്റിക്കും ഒരേ സൈസ് ആയിരിക്കണം കേട്ടോ, അതായത് ഒരേ ലെങ്ത് ആയിരിക്കണം. ഈ നമ്മൾ ഒട്ടിച്ചെടുത്ത ക്രോസ് ആയിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ ഒരു ഐസ്ക്രീം സ്റ്റിക്കിന്റെ 4 കോർണറിലായിട്ട് നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ആ 4 കോർണറിലും നമുക്ക് ഓരോ ബാംബൂ സ്റ്റിക്ക് വീതം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്ത 4 ബാംബൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ ഒരു 4 ബാംബൂ സ്റ്റിക്കിന്റെയും എൻഡിലായിട്ട് നമ്മൾ ഇതുപോലെ അടുത്ത ക്രോസ് ആയിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചത് കൂടി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇനി മുകളിലത്തെ 2 ബാംബൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സൈസ് അളന്നെടുക്കാം. പിന്നീട് ആ ഒരു ലെങ്ത്തിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഓരോന്നായിട്ട് അതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് താഴത്തെ ഭാഗത്തുകൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ താഴ്ഭാഗത്തും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ ക്രോസ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തത് അതുകൂടി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി ഈ മുകളിലത്തെ 2 ഐസ്ക്രീം സ്റ്റിക്കിന്റെയും കോർണറിലായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ വെച്ചതുപോലെ തന്നെ ബാംബൂ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇനി 2 ബാംബൂ സ്റ്റിക്കിന്റെ മുകളിലായിട്ട് ഈ ഒരു വിഡ്ത്തിൽ തന്നെ കട്ട് ചെയ്ത ഐസ്ക്രീം സ്റ്റിക്ക് കൂടി നമുക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ എല്ലാം ഭാഗം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ കിഡിലിന് റാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ ഡെക്കോർ പീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു പീസൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇതാ ഞാൻ എൻ്റെ കയ്യിലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇത് നമ്മുടെ ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ ടേബിൾ ഡെക്കോർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഡെക്കോർ പീസ് അല്ലാതെ നമുക്ക് കിച്ചണിലുള്ള സ്പൈസസ് ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, ആ ഒരു ബോട്ടിലൊക്കെ നമുക്ക് ഇതിലോട്ട് വെക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് കിച്ചണിന്റെ കൗണ്ടർ ടോപ്പിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് നിങ്ങൾ സ്റ്റിക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഫെവിക്വിക്ക് പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗം ഉണ്ടല്ലോ, ആ ഒരു ഗമ്മാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ കുറേ നാളത്ത് കേടുകൂടാതിരിക്കും. അപ്പോൾ ഇന്ന് കാണിച്ച 2 ഡെക്കോർ പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നമ്മുടെ വില്ലേജ് മല എന്ന ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.